ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ സൗണ്ട്? ഞാൻ പറ്റുമ്പോഴൊക്കെ എൻ്റെ സൗണ്ട് മാക്സിമം ഒച്ചത്തിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. ജോലിയിലിരിക്കുന്നതുകൊണ്ടാണ്. എന്നാലും എന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നന്ദി. എത്ര പറഞ്ഞാലും മതിയാവത്തില്ല കേട്ടോ. സ്വാദിഷ്ടമായൊരു സാലഡാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ട്യൂണ കൊണ്ടിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. വളരെ എളുപ്പത്തിലും നല്ല ആരോഗ്യത്തിനും പറ്റിയ, അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്ന എല്ലാവർക്കും പറ്റുന്നതും, വിശപ്പ് അമിതമായിട്ട് നമ്മളിത് കഴിച്ചു കഴിയുമ്പോൾ വിശപ്പ് ഒത്തിരി എടുക്കത്തുമില്ല, എന്നാൽ നമ്മളുടെ വയറ് നിറയുകയും ചെയ്യും. നമ്മളുടെ ഡയറ്റിന് നല്ലതാണ്. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സാലഡാണ് കേട്ടോ. അത് കുറച്ച് ചൂട് കൂടി ചേർക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് ഒരു ട്യൂണ എടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ കുറച്ച് നീര് വേണം. ഞാനിവിടെ 2-3 പുതിനയുടെ ഇല കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ക്യാബേജിൻ്റെയും ചീരയുടെയും വിഭാഗത്തിൽപ്പെട്ട ആ ഒരു ഇതാണ്, ക്യാബേജിൻ്റെ രൂപത്തിലിരിക്കുന്ന കേട്ടോ. അതിവിടെ കാസ എന്നാണ് പറയുന്നത്. പിന്നെ പാർസ്ലി വന്നിട്ട് മല്ലിയിലയുടെ പോലെ ഇരിക്കും. വേണമെങ്കിൽ നമുക്കതിന് മല്ലിയില ചേർക്കാം. പിന്നെ ഒരു പച്ചമുളക്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു അല്ലി മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മയോണൈസും ഒലിവ് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മുടെ ഓക്കെ. നമുക്ക് അതെല്ലാം കൂടെ ഉണ്ടാക്കാനായിട്ട് ഞാൻ അതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടേ. നമ്മളതിലേക്ക് ഈ ഒരു പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ചുവന്ന മുളകിൻ്റെയും കുരുമുളകിൻ്റെയും ചതച്ച ഒരു ഐറ്റം, അതൊരു ഡ്രൈ ആയിട്ടുള്ളത്, അതും കൂടെ ചേർക്കണം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാനിതെല്ലാം അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സാലഡ് ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ വെജിറ്റബിൾ ഉണ്ട്, അതുപോലെ തന്നെ വയറ് നന്നായിട്ട് നിറയും. ഡയറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നമ്മുടെ വയറ് നിറയുകയും ചെയ്യും. എന്നാൽ നമ്മളുടെ പട്ടിണി കിടക്കാതെ നമ്മൾ ഡയറ്റ് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു സാലഡാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ എല്ലാ പച്ചക്കറി മീൻസ് ഞാൻ എടുത്ത് വെച്ച എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ അതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം അതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എടുത്തു വച്ചേക്കുന്ന നാരങ്ങ നീര്, പിന്നെ ഞാൻ കാണിച്ചില്ലേ ആ ഒരു മിക്സ്, പിന്നെ ഉപ്പ്, ഒരു 1.5 സ്പൂണ് മയോണൈസും കൂടെ ചേർക്കും. ഒന്നൊന്നര സ്പൂൺ മയോണൈസും കൂടെ ചേർത്തിട്ട് നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കും. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തണം. ഇതെങ്ങനെ ഉണ്ടായിരുന്നു, ടേസ്റ്റി ആയിരുന്നു, നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെ ആയാലും നിങ്ങളത് പറയുമ്പോഴാണ് എനിക്ക് പിന്നെയും വീഡിയോ ചെയ്യാനും ഡിഫറെൻറ്റ് വീഡിയോസും ഈസി ആയിട്ടുള്ള വിഭവമായിട്ട് വരാനും പ്രചോദനമാകത്തുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു കമൻറ്റ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഉണ്ടാക്കി നോക്കാനും ഉള്ള ഒരു ക്യൂരിയോസിറ്റിയും അവർക്ക് അത് ഉണ്ടാക്കി നോക്കിയിട്ട് അവരും വന്നിട്ട് കമൻറ്റ് നമുക്ക് ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എന്തുകൊണ്ടും അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കരുത്. വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോഴത്തേക്കും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെയായാലും, ഞാൻ ഈ വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളായാലും നിങ്ങളതൊന്ന് പറഞ്ഞു തരിക. കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോ, ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. നമ്മളിതെല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഞാനതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല ഇംഗ്ലീഷ് മലയാളം എല്ലാം കൂടെ ചേർന്നാണ് വരുന്നത്.
നല്ല വെരി 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 ഗുഡായിട്ടുള്ള ഒരു സാലഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത്ര നേരം എൻ്റെ സംസാരം സഹിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് ഇടാനും മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. നിങ്ങൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഈസി ടിപ്സൊക്കെ കൊടുക്കുന്ന ഒരു ചാനലുണ്ട്, അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടെ പറയുക. ഇടയ്ക്കിടയ്ക്ക് വെട്ടം പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റ് മിന്നി മിന്നി മറയുന്നത്. ഓക്കെ, നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഏത് സമയത്ത് വേണേലും കഴിക്കാം, രാവിലെ വേണേലും പിന്നെ വൈകുന്നേരം വേണമെങ്കിലും ഉച്ചയ്ക്ക് വേണമെങ്കിലും കഴിക്കാം. ഇതൊരു ബൗള് ഉണ്ടായാൽ മതി, നമുക്ക് വയറ് സൂപ്പറായിട്ട് നിറയും കേട്ടോ. സത്യസന്ധമായിട്ട് അനുഭവം ഉള്ളതുകൊണ്ടും പറയുന്നത്, 100% വർക്കൗട്ടാകുന്നൊരു കാര്യമാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ 100% വർക്കൗട്ടാകുന്ന ഒരു കാര്യമാണിത്. നമ്മൾ പട്ടിണി കിടക്കാതെ നമ്മളുടെ വയറ് നിറയ്ക്കുന്നത് എങ്ങനെ എന്നുള്ളൊരിത് ഈ ഒരു ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അതാണ്. അപ്പോൾ ഇതുവരെ എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.